ഇന്നലെ സ്പോർട്സ് ക്യൂവിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ അറബി നാട്ടിൽ നിന്നും ഒരു ഗ്രൂപ്പ് വരുന്നുണ്ടെന്ന്. സത്യമാണ്. വളരെ നേരത്തെ തന്നെ ഒരു ഖത്തർ ബേസ്ഡ് ഗ്രൂപ്പും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളുടെ ഓണേഴ്സ് ആയിട്ടുള്ള വാലൻസി ഹോൾഡിങ്ങുമായിട്ടും ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടേക്ക് ഓവർഷിപ്പിനെ സംബന്ധിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും പൊന്മുട്ടയിടുന്ന താറാവിനെ വിറ്റ് കളയാൻ ആഗ്രഹിക്കുമോ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഓണേഴ്സ് ആയിട്ടുള്ള മാഗ്നം കൺസോർഷ്യത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ ഇവിടുത്തെ ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റിനെക്കാട്ടിൽ ഒരുപാട് മുകളിൽ നിൽക്കും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു അസംഷൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വലൻസി ഹോൾഡിങ്ങുമായിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ക്ലോസുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്റ്റേക്കും വേറെ ആർക്കും നൽകാൻ നിലവിലെ മാഗ്നം കൺസോർഷ്യം തയ്യാറാവുന്നില്ല. കാരണം വേറെ ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാലും ക്ലബിന്റെ ഫേസ് ആയിട്ട് ഇവർ തന്നെ വേണം. സോ ഭൂരിഭാഗം സ്റ്റേക്കുകളും അവർ വേറെ ആർക്കും വിറ്റ് കളയത്തില്ല. മാത്രമല്ല ഇവർ ഓഹരികൾക്ക് ചോദിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ അതിഭീമമാണ്. ഇവാൻ വുക്കോമാനോവിച്ച് വരുന്ന ആ ഒരു സീസണിൽ ആവശ്യപ്പെട്ട ഒരു ഏകദേശം സെറ്റിൽമെന്റിലേക്ക് എത്തിയ ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് വന്നപ്പം ഇവിടെ ഉറങ്ങിക്കിടന്ന ആരാധക പിന്തുണ എത്രമാത്രം വലുതാണ് എന്ന് അവർക്കും റിയലൈസ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ഈ റെഗുലർ ഇൻഡെക്സുകളെക്കാൾ മുകളിലുണ്ട് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫാൻ ബേസ് വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പൊട്ടൻഷ്യലും വളരെ വലുതാണ്. അതുകൊണ്ട് സാധാരണ ക്ലബ്ബുകളുടെ ഷെയറുകൾക്ക് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇൻട്രാക്ഷൻ റേറ്റും പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് കൂടുതലാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹിസ്റ്ററിയും കപ്പില്ലാത്ത അവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഡിസേർവ് ചെയ്യുന്ന മാർക്കറ്റ് വാല്യൂവിനേക്കാൾ വളരെ കൂടുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചർച്ച ചെയ്യാൻ വരുന്നവരുമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് അറബിപ്പണമല്ല ആര് വന്നെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം സ്റ്റേക്കും ഇവിടുത്തെ മാഗ്നം കൺസോർഷ്യം വിറ്റ് കളയാൻ തയ്യാറല്ല. കാരണം അവർക്കറിയാം എന്തെങ്കിലും ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് വളരെ വലുതായിരിക്കുമെന്ന്. പ്രോഫിറ്റ് ഇല്ലാതെ ആരും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും സാധ്യതയില്ല. സാധാരണഗതിയിൽ ഫുട്ബോൾ ക്ലബ്ബുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഒരു പ്രൈഡായിട്ടാണ് പലരും കൊണ്ട് നടക്കുന്നത്. ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എന്ത് ലാഭം കിട്ടിയിട്ടാണ്, ബംഗളൂരു എഫ് സിക്ക് എന്ത് ലാഭം കിട്ടിയിട്ടാണ്, മോഹൻ ബഗാൻ എന്ത് ലാഭം കിട്ടിയിട്ടാണ്. ഫുട്ബോൾ ക്ലബ്ബുകൾ ലോകത്തെല്ലായിടത്തും കൊണ്ട് ലാഭം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില ഒരു മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ പ്യുവർ ലാഭം മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ക്ലബ്ബാണ് എന്ന് മാഗ്നം കൺസോർഷ്യത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബികളല്ല ആര് വന്നാലും ഒരു കണ്ണ് മഞ്ഞളിക്കുന്ന അത്ര വലിയ തുക കൊടുത്ത് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കണം. അല്ലാതെ ഒരു ന്യായമായ തുകയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഇവർ ഭൂരിഭാഗം ഷെയറുകളും ആർക്കും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്ക് എപ്പോഴും ബോർഡിൽ ഒരു സുപ്പീരിയർ പൊസിഷൻ വേണം എന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ട്. സോ അറബിപ്പണം വന്നാലും കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം.